ടാറ്റയ്ക്ക് പോലും വേണ്ടാത്തൊരു വണ്ടിയാണ് അവരുടെ കറവെന്ന് തോന്നുന്നു. ടാറ്റയുടെ മോഡേൺ എഞ്ചിനുകൾ നോക്കി കഴിഞ്ഞാൽ അന്ന് വരെ ഇറങ്ങിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഡീസൽ ആൻഡ് പെട്രോൾ എഞ്ചിനുകൾ ഉണ്ടായിരുന്നതിൽ. അതുപോലെ തന്നെ 500 കിലോമീറ്റർ മേളിൽ റേഞ്ച് നൽകുന്ന ഒരു ഇലക്ട്രിക് വേരിയന്റ് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കൂപ്പ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നെക്സോണിൽ നിന്ന് പോരുകയും ചെയ്തു. എന്നാൽ ആ ഒരു പ്രോപ്പർ ഷേപ്പിൽ എത്തിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു ഇതിന്. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ടാറ്റയുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് വാഹനത്തിന്റെ സ്ട്രെങ്ത്തും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ എടുത്തു കാണിച്ചിട്ടുള്ള പരസ്യങ്ങൾ. പക്ഷേ ഈ ഒരു വാഹനത്തിന്റെ കാര്യത്തിൽ അതൊന്നും വിജയിച്ചില്ലെന്ന് മാത്രമല്ല, അവർ പ്രതീക്ഷിച്ച അത്ര പോലും ആൾക്കാർ ഈ ഒരു വാഹനത്തെ അക്സെപ്റ്റ് ചെയ്തില്ല. ഒരു നോർമൽ ടെർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടെർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ ടാറ്റയുടെ സ്വന്തം ക്രയോജറ്റ് ഡീസൽ എഞ്ചിനും ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇലക്ട്രിക് വേരിയന്റും ഈ ഒരു വാഹനത്തിനുണ്ടായിരുന്നു. ഒരുപാട് വേരിയന്റുകൾ ഉണ്ടായിരുന്ന ഈ ഒരു വാഹനത്തിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 9,65,000 നിന്നാണ്. അതുപോലെ തന്നെ ഒരു 18 ലക്ഷം 19 ലക്ഷം റേഞ്ച് വരെ ആ ഒരു വില പോകുന്നുണ്ട്. എല്ലാ സെഗ്മെന്റിലും വാഹനങ്ങൾ ഉണ്ടായിരുന്നിട്ടും പുതിയൊരു സെഗ്മെന്റ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു അവതാരത്തെ ഉണ്ടാക്കിവിട്ട ടാറ്റ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിന് തൊട്ട് മുകളിലും താഴെയുള്ള സെഗ്മെന്റുകളിൽ ഹ്യുണ്ടായി, മാരുതിയും അതുപോലെ തന്നെ മറ്റ് വാഹന ബ്രാൻഡുകളെല്ലാം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് ഉണ്ടായിരുന്നതാണ്. നല്ല ഇന്റീരിയറും അതുപോലെ തന്നെ നല്ല എഞ്ചിൻസും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു വാഹനം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ടാറ്റയുടെ ആഫ്റ്റർ സെയിൽ സപ്പോർട്ടിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത തീരെ കുറവായതുകൊണ്ട് തന്നെയായിരിക്കണം. Harrier.ev ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇവന്റെ EV വേരിയന്റും ഇപ്പോൾ ആളുകൾ അധികം കൺസിഡർ ചെയ്യുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേരെ. Don't forget to like and subscribe.